നല്ല അയൽവാസി. ശരീരമൊക്കെ പള്ളി വെച്ച് തടി പറഞ്ഞില്ല, ഇതിന്ന് മുറിച്ചാ കയറ്റിയത്. അല്ലാ, ആ ചിരി കണ്ട ആരും പൈസ കൊടുത്തു, അതുകൊണ്ട് അതിൽ പിടിച്ചു പോകണം സംഭവം. ആ ചിരി അല്ല നിലനിർത്തി കൊടുക്കട്ടെ. നമ്മളൊക്കെ ഇപ്പൊ എന്റെ മകൻ മരിച്ചപ്പോ എല്ലാരും ഇങ്ങനെ ചിന്തിച്ചു, ബാക്കവി എയർപോർട്ടിൽ നിന്ന് വരുമ്പോ എന്തായിരിക്കും അവസ്ഥ, ഇത്രയും പ്രസംഗിക്കണ ആളല്ലേ, എന്തായിരിക്കും അവസ്ഥ. അങ്ങനെ അള്ളാന്റെ തൗഫീഖ് ഉണ്ട്, മാഷാ അല്ലാ, പിടിച്ചു നിൽക്കാൻ അള്ളാഹു ഒരു കഴിവ് തരണല്ലേ. നിങ്ങൾ ഇങ്ങനെ ഓരോ പ്രസംഗിച്ചു, ആര് മരിച്ചാലും പിടിച്ചു നിൽക്കണം, മോൻ മരിച്ചാല്, പാപ്പ മരിച്ചാല്, ഉമ്മ മരിച്ചാല്, ഭാര്യ മരിച്ചാല് നമ്മൾ നിലവിളിക്കരുത് അല്ലേ. അല്ലാഹ് വലിയ തൗഫീഖാണല്ലോ ചെയ്തത്. സിറാജുദ്ദീൻ ഖാസിമിയുടെ ജ്യേഷ്ഠൻ മരണപ്പെടുന്ന സമയത്ത് ഇവർക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചിരി കൂടുതലാണ്. കൂടെപ്പുറപ്പൊക്കെ നമ്മളെ തെക്കൻ കേരളം പോലെയല്ല, ഈ തിരുവനന്തപുരം കൊല്ലം പോലെ ഒന്നല്ല. അവിടെ ചെറിയ അടി കൂടെ ചെറിയ പാരയൊക്കെ ഉണ്ടാവും. ഇതങ്ങനല്ല. ഇത് സഹോദരങ്ങള്, കൂടപ്പുറപ്പുകളും കൂട്ടുകാരെക്കാൾ കമ്പനിയാണ്, സൗഹൃദമാണ്, വലിയ സൗഹൃദമാണ്. രഹസ്യങ്ങൾ വലുതായിട്ടൊന്നും ഉണ്ടാവൂല, എല്ലാം അവര് തന്നെ പറയും. അപ്പൊ നമ്മളെ ഏറ്റവും വലിയ രഹസ്യം നമ്മുടെ കൂടപ്പുറപ്പുകളെക്കാൾ കൂടുതൽ കൂട്ടുകാരോടാണ് നമ്മൾ പറയാം. പക്ഷെ ഇവരുടെ ഈ ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനെയൊക്കെ എനിക്കറിയാം, അവരെല്ലാവരുടെ സ്വഭാവം അവര് തന്നെ രഹസ്യങ്ങൾ പരസ്പരം കൈമാറുന്ന അത്ര സൗഹൃദമുള്ളവരാണ്. അപ്പൊ ഒരു ജ്യേഷ്ഠൻ ഒരു മരം വെട്ടിയിട്ട പോലെ വീഴുക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് സഹിക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ അദ്ദേഹം പിടിച്ചു നിന്നു. അത് മജ്ലിസുൽ ഇൽമിന്റെയും ഉസ്താദുമാരുടെയും ഒരു ഗുരുത്വമാണ്. എന്റെ ഉസ്താദിന്റെ മകൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു. എന്നെ 6 വർഷം ഇൽമ പഠിപ്പിച്ച, സുബറു പഠിപ്പിച്ച, സർവ്വതും പഠിപ്പിച്ച ഉസ്താദിന്റെ 22 വയസ്സുള്ള മകൻ ക്യാൻസർ വന്ന് മരണപ്പെട്ടു. ഞാൻ പ്രസംഗത്തിന് പോകുന്ന അറിഞ്ഞു, അപ്പോഴും തന്നെ തിരിച്ചു അവിടെ എത്തി. മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവച്ചു. എന്നോട് പറഞ്ഞു 5 മിനിറ്റ് സംസാരിക്കണം. ഞാൻ 5 മിനിറ്റ് സംസാരിച്ചു. ഉസ്താദ് 10 മിനിറ്റ് സംസാരിച്ചു. എന്റെ ജീവിതത്തിൽ ഉസ്താദിന്റെ പ്രസംഗം കേട്ടതിൽ വെച്ച് ഏറ്റവും സ്ഫുടമായി, അക്ഷരത്തെറ്റില്ലാതെ, ഉസ്താദ് പ്രാസംഗികനല്ല, പ്രസംഗിക്കാൻ ഉസ്താദിന് അറിയില്ല, അക്ഷരത്തെറ്റില്ലാതെ, വിറയലില്ലാതെ, തപ്പിത്തടയലില്ലാതെ വ്യക്തമായി മകന്റെ മയ്യത്തിന്റെ മുമ്പിൽ നിന്ന് ഉസ്താദ് സംസാരിക്കാൻ, ചികിത്സയ്ക്ക് കൂടെ നിന്നവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു, എന്നും എന്റെ മോന് വേണ്ടി ദുആ ചെയ്യണം. ഇതൊക്കെ അള്ളാഹു തരുന്ന ഒരു കഴിവാണ്. അപ്പൊ അതുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസത്തിലും ഉസ്താദിന്റെ ചിരി, സ്വബർ, നമ്മുടെ ചിരി, ക്ഷമ നിങ്ങൾക്കും അള്ളാഹു അത് പകർന്നു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അപ്പൊ നമുക്ക് മടങ്ങി വരാം. നല്ല അയൽവാസി, നല്ല അയൽവാസിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അൽഹംദുലില്ലാഹ്. കുറേയേറെ പ്രയാസം നിങ്ങൾക്കുണ്ടെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അത് അഡ്ജസ്റ്റ് ചെയ്തു. ഇവിടെ കുറച്ച് അയൽവാസികളുണ്ട്, നല്ല അയൽവാസികളല്ല. കുറെ നേരം കൊണ്ട് ഞാൻ പറയണ കയറി അത്ര പോരാ അയൽവാസികൾ. നല്ല അയൽവാസികളാണെങ്കിൽ നമുക്ക് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് നമുക്ക് എവിടെയും പോവാം. വീടിന്റെ ചാവി അപ്പുറത്ത് വിളിച്ചിട്ട് പത്മിനി അല്ലെങ്കിൽ സുബൈദ, അതാ ചാവി ഒന്ന് വെച്ചേരെ, 2 ദിവസം ഞാനിവിടെ കാണൂല, ധൈര്യമായിട്ട് ഏൽപ്പിക്കാം. ഇപ്പൊ നിങ്ങളെ വീടിന്റെ അടുത്ത് താമസിക്കുന്നവരെ ചാവി ഏൽപ്പിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും? അൽഹംദുലില്ലാഹ് റാഹത്തായിരിക്കും അല്ലേ? അപ്പൊ ഇതുപോലെ വളരെ വിശ്വസ്തരായ, ഒന്നും ഭയപ്പെടേണ്ട, ഒരു കാര്യത്തിലും ആശങ്ക വേണ്ട, അങ്ങനെ ഭയപ്പെടാത്തൊരു അയൽവാസി നിങ്ങൾക്കുണ്ടെങ്കിൽ, അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അനന്തര സ്വത്ത് മക്കൾക്ക് കൊടുക്കുന്നത് പോലെ ഒരു ഭാഗം അയൽവാസിക്ക് കൂടി കൊടുക്കാൻ അള്ളാന്റെ റസൂല് പറയാണ്. അയൽവാസിക്ക് കൂടി കൊടുക്കാൻ അള്ളാഹ് പറയുമോ എന്ന് ഞാൻ പേടിച്ചു പോയി. അത്രയ്ക്കാണ് അയൽവാസികളുടെ ബന്ധം. ദാടിയുണ്ട്, നിസ്കാരത്തഴമുണ്ട്, വലിയ പായിപ്പാട് പള്ളിയുണ്ട്, സർവ്വതുണ്ട്, തസ്ബീഹ് ഉണ്ട്, കയ്യിൽ എണ്ണണതുണ്ട്, ഞെക്കണതുണ്ട്, ഊതണതുണ്ട്, അങ്ങനെയാണ് പുതിയ തസ്ബീഹ്, പലതും ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള തസ്ബീഹ് ഉണ്ട്. പക്ഷേ അയൽവാസിയായിട്ട് കട്ടക്കരിപ്പിലാണ്. പിന്നെ ഈ പറഞ്ഞതിലും മക്കനയിലും ചെടിച്ചട്ടി പള്ളി കൊണ്ടുവച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അയൽവാസിയായിട്ട് നല്ല ബന്ധമുണ്ടാകും, നല്ല റാഹത്തിലായിരിക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരിട്ട് പോയി സംസാരിച്ച് പരിഹരിക്കും. ഇല്ലാതെ മതിലിന്റെ മണ്ടയിൽ കൂടെ തകടും കൂടി എഴുതി, മുട്ടയിൽ ABCD എഴുതി ആടിന്റെ മണ്ട എറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വളരെ റാഹത്തിലായിരിക്കും. നല്ല അയൽവാസിയാണെങ്കിൽ മാഷാ അല്ലാഹ് ഒരു പകുതി പ്രയാസം നമുക്ക് അവിടെ തീരും. എന്ത് വിഷയം ഉണ്ടെങ്കിലും
എന്ത് പ്രയാസം ഉണ്ടെങ്കിലും. ഇപ്പൊ നമ്മുടെ നാട്ടിലെ അയൽവാസികൾ, നിങ്ങളുടെ പരിസരത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര കോഴികളെ നിങ്ങൾ കൊന്നു, എത്ര കല്യാണം മുടക്കി, എത്ര പ്രശ്നം ഉണ്ടാക്കി, എത്ര ഫിത്ന ഉണ്ടാക്കി. അയൽവാസിയായ പെണ്ണിനെ ഭർത്താവ് കള്ളു കുടിച്ചുകൊണ്ട് ഇടിക്കുന്നത് കണ്ടാൽ നിങ്ങളുടെ അടുക്കളയിൽ സ്റ്റൂളിട്ട് കയറി ജനലിലൂടെ നോക്കിയിട്ട് താത്ത, പായിപ്പാട്ട താത്ത എന്ന് പറയണ താത്തായ, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന താത്തായ. ഇതെന്താ അയൽവാസിയ? നിസ്കാരത്തഴമ്പ് 4 ഉംറ, സിറാജുദ്ദീൻ ഖാസിമിന്റെ കൂടെ 4 ഉംറ ചെയ്ത ഉസ്താദെ ഞാൻ. ഒരു കാര്യം ജനലിലൂടെ നോക്കിയിട്ട് ഇതാ പരിപാടി. അപ്പുറത്ത് താത്ത കിടി കിട്ടുമ്പോൾ അവർക്ക് സങ്കടം ഉണ്ടാകുമ്പോൾ നമുക്ക് സങ്കടം, അവർക്ക് വേദന ഉണ്ടാകുമ്പോൾ നമുക്കും വേദന. അവർ ഹാപ്പി ആണെങ്കിൽ നമ്മൾ വലിയ സന്തോഷം. എല്ലാ പ്രയാസത്തിലും എല്ലാ പ്രതിസന്ധിയിലും കൂടെ നിൽക്കുന്ന ഒരു അയൽവാസി അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒന്നാമത്തെ കാര്യം നല്ല അയൽവാസിയാവുക എന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ സുന്ദരമായ രൂപഭാവങ്ങൾ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുത്തതിനു ശേഷം അല്ലാഹുവേ, അവരെ പരിസരവാസികൾക്ക് കിട്ടിയിരുന്ന സ്നേഹത്തിന് കണക്കുണ്ടോ? അവർ കൊടുത്തിരുന്ന സൽസ്വഭാവത്തിന്റെ നറുമണത്തിന്റെ പെരുമഴക്കാലങ്ങളുടെ കണക്കുകൾ, കഥകളെ പറഞ്ഞാ തീരുവോ, എഴുതിയാ തീരുവോ, പാടിയാ തീരുവോ? അതുകൊണ്ട് ഒന്നാമത്തെ അതാണ്. രണ്ടാമത്തത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അൽ മർഅത്തു സ്വാലിഹാ, സ്വാലിഹത്തായ ഭാര്യ ഉണ്ടാവുക എന്നതാണ്. പള്ളിയുണ്ട്, കച്ചവടമുണ്ട്, ബിസിനസ് ഉണ്ട്, നല്ല അയൽവാസികളാണ്, അൽഹംദുലില്ലാഹ്, ഒരു പ്രശ്നവുമില്ല. പക്ഷേ പായിപ്പാട്ട് ജോലി കഴിഞ്ഞ് രാത്രി ഒരു 8 മണിയാകുമ്പോ വീട്ടിലേക്ക് പോകാൻ പേടിയാണ്. വീട്ടിലേക്ക് പോകാൻ പേടിയാ. കാരണം എന്താ? വീട്ടിലേക്ക് പോയാൽ അവിടെ ഒരു മുറൈ വന്ന് പാർത്തായ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നുണ്ടാവും, ഫ്രണ്ട് ഡോറിന്റെ അടുത്ത്. അപ്പൊ അത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പായിപ്പാട്ട് പള്ളിയിൽ തന്നെ ഉസ്താദിന് കൊണ്ടുവരണ ഭക്ഷണം. ഞാൻ ഇവിടുത്തെ അസിസ്റ്റന്റ് ഉസ്താദിനെ കണ്ടപ്പോൾ, അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു, ഇവിടുന്ന് ഫുഡ് ഹോട്ടലിൽ നിന്നാണോ വീട്ടിൽ നിന്നാണോ? പത്തനാപുരത്തുകാരൻ സിറാജുദ്ദീൻ ഖാസിമി കൊണ്ടുവന്നതാണ്, നല്ല വളക്കൂറുള്ള മണ്ണ വാളി, അവിടെ ജോലി ചെയ്യാന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് നോക്കിയെടുത്ത് ഇവിടെ കൊണ്ടാക്കി. അപ്പൊ എന്റെ പറഞ്ഞു വീടുകളിൽ നിന്ന് ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ വലിയ സന്തോഷം. കാരണം ഇപ്പൊ ഇല്ല, ഇപ്പൊ എല്ലാം ഹോട്ടലിൽ നിന്നാണ്. എവിടുന്ന ഉസ്താദെ ഭക്ഷണം? ഇന്ന് ബിസ്മി ഹോട്ടലിൽ നിന്നാണ്, നാളെ മദീന ഹോട്ടലിൽ നിന്ന്, മറ്റൊന്ന് മക്ക ഹോട്ടലിൽ നിന്ന്. അങ്ങനെയാണ് ഹോട്ടലിന്റെ പേരൊക്കെ ഇപ്പൊ അതൊക്കെയാണ്. അപ്പൊ അങ്ങനെ വീടുകളിൽ നിന്നാണെന്ന് അറിഞ്ഞപ്പോ തന്നെ വലിയ സന്തോഷം ഉണ്ടായി. അൽഹംദുലില്ലാഹ്, ഈ സ്നേഹവും പള്ളിയോടും ആലിമീങ്ങളോടും ഒക്കെയുള്ള ഈ സ്നേഹവും ഈ ബന്ധവും അള്ളാഹു നിലനിർത്തി തരട്ടെ. എല്ലാം റാഹത്താണ്. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോ പ്രശ്നമാണെങ്കിൽ അൽമർഅത്തു സ്വാലിഹ, വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സ്വാലിഹത്തായ ഭാര്യയല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ 75% മനസ്സമാധാനം ഉണ്ടാവില്ല, സ്വസ്ഥതയുണ്ടാവില്ല, ആകെ ബേജാറും ടെൻഷനും, ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് മുഖത്ത് വിളിച്ചുണ്ടാവില്ല. സ്വാലിഹത്തായ ഭാര്യയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, ഏതു പ്രതിസന്ധി വന്നാലും പ്രയാസം വന്നാലും ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചേർത്ത് പിടിച്ചവരല്ലേ ജന്നത്തുൽ മുഅല്ലയിലെ രാജകുമാരിയായ ഉമ്മിനാ ഖദീജ റളിയല്ലാഹു തആല അൻഹാ. ആരംഭ റസൂലിന്റെ കണ്ണ് നിറയുന്നത് ചങ്ക് പൊട്ടുന്ന പോലെയാ, അവിടുന്ന് വിഷമിക്കുന്നത് ഹൃദയം പൊടിയുന്ന പോലെയാ. അതുകൊണ്ടാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിട പറഞ്ഞപ്പോ ആരംഭ റസൂലിന് താങ്ങാനാകാതെ പോയത്. ഏത് മരണത്തിലും പിടിച്ചു നിന്നു, ഏത് പിരിയലും, ഓരോ സഹാബത്തിന്റെ വിട പറയൽ, ഓരോ കുടുംബങ്ങളുടെ വിട പറയൽ, മരണം, അതൊക്കെ നമ്മുടെ മുത്തു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരമാവധി പിടിച്ചു നിന്ന് പോയെങ്കിൽ ദുഃഖവർഷം എന്ന് പേര് പോലും അല്ലാഹു ഇട്ടുകൊടുത്ത ഒരു വർഷമായി മാറിയത് തന്റെ തണലായിരുന്ന, തുണയായിരുന്ന, ഇണയായിരുന്ന,
തനിക്ക് വേണ്ടി സർവ്വതും മാറ്റിവെച്ച പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയപ്പോഴാണ്. അങ്ങനെയാവണം പ്രിയപ്പെട്ടവരെ, പായിപ്പാട്ട സഹോദരങ്ങൾ, ഭാര്യയ്ക്കൊരു പ്രയാസം വന്നാൽ, പ്രതിസന്ധി വന്നാൽ ശംഖ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് ഓടി വന്ന് ഉസ്താദിനോട് പറയണം, ഉസ്താദേ എന്റെ പ്രിയപ്പെട്ടവൾക്ക് സുഖമില്ല, ടെസ്റ്റിന് കൊടുത്തിരിക്കുകയാണ്, അപകടങ്ങളില്ലാതിരിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറയുന്ന ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ, അർപ്പണത്തിന്റെ ഒരു മനോഭാവം നമുക്കുണ്ടാവണം, തിരിച്ചുമുണ്ടാവണം പ്രിയപ്പെട്ടവരെ. അഭിനയമല്ല. തലയിലായി പോയതുകൊണ്ട് മരിക്കുന്നത് വരെ ചുമന്നുകൊണ്ട് നടക്കാമെന്ന മനോഭാവത്തിൽ കുടുംബജീവിതം എന്ന കാളവണ്ടിയെ ഉന്തിയും തള്ളിയും മുന്നോട്ട് കൊണ്ടുപോയാൽ അതിടയ്ക്ക് പൊട്ടിപ്പോകും, ചീറ്റിപ്പോകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ആത്മാർത്ഥതയുടെ ഹൃദയം തുറന്നു കൊടുത്താൽ മനസ്സിലേക്ക് ഒരു റാഹത്തുണ്ടാകും, ഖദീജ ബീവിയുടെ സുഗന്ധമുണ്ടാകും, മുത്തു ഹബീബിന്റെ പൊരുത്തമുണ്ടാകും. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് തരണേ അല്ലാ. ഞങ്ങളൊക്കെ ഇങ്ങനെ കുടുംബജീവിതം പ്രസംഗിക്കുമ്പോ എല്ലാരും വിചാരിക്കൂലേ, ഈ പായിപ്പാട്ട സഹോദരിമാരെങ്കിലും വിചാരിക്കും, അല്ലാഹ് ഉഷാദ് ബാക്കവിയുടെ സിറാജുദ്ദീൻ കാസിമിയുടെ ഒക്കെ വീട് അടിപൊളിയായിരിക്കും, ഭാര്യ സൂപ്പർ ആയിരിക്കും അല്ലേ, ഇത്രയും പ്രസംഗിക്കണല്ലേ. ഇപ്പൊ മെസ്സേജ് അയക്കുമ്പോ വീട്ടിൽ നിന്നെ കുറിച്ചാണ് ഈ പറയേണ്ട ചേത്താനെ കേട്ടോ, അനുഭവിക്കുന്നവർക്കല്ലേ പറയാൻ പറ്റും. അല്ലാഹുവേ, ഒറ്റ ദിവസം ഈ മനുഷ്യൻ വീട്ടിൽ പോകില്ല. സ്വസ്ഥത ഇല്ലാത്തതുകൊണ്ടാണോ ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഞാൻ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടും, ഒരു വെള്ളിയാഴ്ച മുടക്കില്ല എന്ന് പറയാം, ഗൾഫിൽ പോണ ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ വെള്ളിയാഴ്ചയും. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ വലിയ സ്നേഹമാണെങ്കിൽ പറയൂലേ ഇന്ന് പോണ്ടേക്കാ, ഇങ്ങനെ ആക്കിയാൽ അപ്പൊ പോലെ ഏത് കാശ്മീരാണെങ്കിലും അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് അവിടെ ഇടും. ഏത് പള്ളി, വായ്പാട് പള്ളി അല്ലെങ്കിലും അതിനേക്കാളും വലിയ പള്ളിയാണെങ്കിൽ ഞാൻ പോകില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറയണ്ടേ, എന്നാലേ അവിടെ നിൽക്കുള്ളൂ. ഞാൻ പോവാണ്, പോയി ഒരു 2 മാസം കഴിഞ്ഞ് വന്നാലും എനിക്ക് കുഴപ്പമില്ല, ഫുള്ള് ഡേറ്റ. അതാ പ്രശ്നം. അപ്പൊ വീട്ടിൽ നിൽക്കണം.